2 വർഷം തുടർച്ചയായി ഒരു ജനതയെ വംശഹത്യ നടത്തിയിട്ടും പിഞ്ചു കുഞ്ഞുങ്ങളെയും വയോധികരെയും ഗർഭിണികൾ ഉൾപ്പെടെ 10,000-ങ്ങളെ ആയുധത്താലും പട്ടിണിക്കിട്ടും കൊന്നൊടുക്കിയിട്ടും അവരുടെ എല്ലാ സന്തോഷങ്ങളെയും തകർത്തെറിഞ്ഞിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇസ്രായേൽ. ലോകത്തെ അജയ്യ ശക്തി എന്ന് അഹങ്കരിച്ചവരുടെ കയ്യിൽ വട്ടപൂജ്യമാണ്. നിരപരാധികളായ ഒരുപറ്റം മനുഷ്യരുടെ കണ്ണീരും ചോരയുമല്ലാതെ ഒന്നുമില്ല അവരുടെ അടുത്ത്. സ്വന്തം സൈനികരുടെ, സ്വന്തം ജനതയുടെ, അവരുടെയൊക്കെ അവിശ്വാസത്തിൻ്റെ രൂക്ഷ വിമർശനങ്ങൾ ഇങ്ങനെ നിരത്താൻ നഷ്ടക്കണക്കുകളല്ലാതെ ഒന്നുമില്ല നെതന്യാഹുവിനും സംഘത്തിനും കയ്യിൽ. ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ച ശേഷം ഹമാസ് ഫലസ്തീൻ ജനതയ്ക്കായി നൽകിയ ഈ സന്ദേശത്തിൽ അങ്ങേയറ്റം വൈകാരികതയുണ്ടായിരുന്നു. നമ്മുടെ ജനങ്ങളുടെ മഹത്തായ ത്യാഗങ്ങളുടെയും ഐതിഹാസികമായ ക്ഷമയുടെയും ചെറുത്തുനിൽപ്പിൻ്റെ ശക്തിയുടെയും ദൃഢതയുടെയും ഫലമാണ് ഈ വെടിനിർത്തൽ. ഒക്ടോബർ 7-ാം തീയതി നമ്മുടെ ചെറുത്തുനിൽപ്പിൻ്റെ നേട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയിൽ നിന്നുമാണ് ഈ കരാർ ഉരുത്തിരിഞ്ഞത്. ആക്രമണ വിരാമ കരാർ ഒരു ദേശീയ നേട്ടമാണ്. അത് നമ്മുടെ ജനങ്ങളുടെ ഐക്യത്തെയും സയനിസ്റ്റ് അധിനിവേശത്തെ നേരിടാനുള്ള ചെറുത്തുനിൽപ്പിനോടുള്ള അവരുടെ ഉറച്ച നിലപാടിനെയും ഉൾക്കൊള്ളുന്നു. ചർച്ചകളുടെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ ഗസയിലെ ജനതയെക്കുറിച്ചാണ് ചിന്തിച്ചത്. അവരിലേക്കാണ് ഉറ്റുനോക്കിയത്. അവരുടെ രക്തസാക്ഷിത്വത്തിനും മഹത്തായ ത്യാഗങ്ങൾക്കും മോചനത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരു നിശ്ചയമുണ്ട്. 2 വർഷക്കാലം വംശഹത്യയിലൂടെയും പട്ടിണിയിലൂടെയും അധിനിവേശകർക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് ചർച്ചകളിലൂടെ നേടിയെടുക്കാമെന്ന് അവർ വ്യാമോഹിച്ചു. എന്നാൽ ഇവിടെയും അവർ പരാജയപ്പെട്ടു. ഹമാസ് ഈ സന്ദേശം അവരുടെ ജനങ്ങൾക്കായി സമർപ്പിക്കുകയായിരുന്നു. waytonikah.com, the exclusive Muslim matrimonial site.